നമസ്കാരം, ഞാൻ മൃണാൾ. മരട് ഭാഗത്ത് ഒരു നട്ടുച്ച. ഇത് ശരിക്കും സാധാരണക്കാരുടെ കടയാണ്. ഈ ചോറിൻ്റെ നീളവും വീതിയും കണ്ടോ കണ്ടോ, ഇത് നല്ലോണം വെന്തിട്ടുമുണ്ട്. ഇതിങ്ങനെ ഞെക്കിയ ഞെങ്ങും. ഈ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ നാട് മുഴുവൻ തട്ടിപ്പ് നടക്കുന്ന ഒരു കാലമാണല്ലോ. വീട്ടിലെ ഊണ് വീടുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വീട്ടിൽ കിട്ടുന്ന പോലുള്ള സാധനങ്ങളും ആയിരിക്കില്ല. പക്ഷെ ഇവിടുത്തെ ആ പയറ് കറിയൊക്കെ നോക്ക് അല്ലേ, ഒരു വീടിൻ്റെ ടച്ചില്ലേ. മധുരമുള്ള പയർ കറി. ഇവിടെ കടലക്കറി, മുട്ടക്കറി, ബീഫ് കറി, ചിക്കൻ കറി ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും മേടിക്കാൻ പറ്റാതെ. താങ്ക് യു. ഇതിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. അന്തസ്സുള്ള ആൾക്കാരാ, ക്യാബേജ് അല്ല. ഇവിടെ ചിക്കൻ കറിയും ബീഫ് കറിയും മീൻ കറിയും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും മേടിക്കാൻ പറ്റാതെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഊണ് കഴിക്കുന്നതിനൊരു സുഖം അത് വേറെ കിട്ടൂല. അത് മൈസൂരിൽ നിന്ന് വന്ന ക്യാബേജിനോ അല്ലെങ്കിൽ ഊട്ടിയിൽ നിന്ന് വന്ന കോളിഫ്ലവറിനോ കിട്ടൂല. ജസ്റ്റ് സാമ്പാറും മീൻകറിയും, മീൻകറിയിലെ മീൻ ചാറ് മതിയെന്ന് വെച്ചിട്ട് കഴിക്കുന്ന എത്ര പേര് കാണുമല്ലേ. ആ വെറുതെ ചോറിൻ്റെ കൂടെ കിട്ടിയ മീൻകറിയുടെ ചാറും ഈ കാശ് കൊടുത്ത് വാങ്ങിയ മീൻകറിയുടെ ചാറും പ്രഥമ ദൃഷ്ടിയ ഒന്നാം തോന്നില്ലേ. അതിൻ്റെ ടെക്സ്ചർ, കളറ് എല്ലാ രീതിയിലും തോന്നില്ലേ. പിന്നെ ഓഫ് കോഴ്സ് കാശ് കൊടുത്ത് വാങ്ങിയ കറിയിൽ വലിയൊരു കഷ്ണം മീനുണ്ട്. ഈ മീൻകറി ഉണ്ടല്ലോ, ഇത് വിളമ്പ് വെച്ചിട്ട് കുറേ നേരം തോന്നുന്നു. തണുത്തിരിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ മീൻ ഫ്രൈയും. കുറച്ച് നേരം വിളമ്പ് വെച്ചിട്ട് തണുത്തിരിക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും ജസ്റ്റ് ചോറും അതിൻ്റെ കൂടിയുള്ള കറികളും കഴിക്കുകയായിരിക്കും. അതാണ് വേണ്ടത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആർഭാടായിട്ട് ഭക്ഷണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആർഭാടത്തിനൊരു കുറവില്ലെന്ന്. ബീഫൊക്കെ ചോദിച്ചാലേ കിട്ടുള്ളൂ, അല്ലാണ്ട് അവര് നമ്മളോട് വന്നിട്ട് പറയുന്നൊന്നുമില്ല. ഇതൊക്കെ എടുത്ത് കഴിക്കുക. ആ ബീഫായാലും മീനായാലും അത് മുഖ്യധാരയിലേക്ക് വരാൻ കുറേ സമയമെടുക്കും. കാരണം നമുക്ക് അതിനോടൊന്നും അല്ല താല്പര്യം തോന്നുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങളോടാണ് താല്പര്യം തോന്നുന്നത്. എന്തിനാ ഈ ചിക്കൻ കറി തന്നെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ ഒത്തിരി ഇതുവരെ എടുത്തിട്ടില്ല. ഭയങ്കര വലിയ ചിക്കൻ പീസ് ആണല്ലോ. ചോറിന്റെ കറിയേ അല്ല, പൊറോട്ടയ്ക്ക് ഓക്കെ ആയിരിക്കും. അത് അവരുടെ കുറ്റമല്ല കേട്ടോ. ഉള്ള കറികളെല്ലാം ഓരോന്ന് പോരട്ടെ എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അവിടെ ചോറിനാൻ വരുന്നവര് നല്ല തിരക്കാ, സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അവർ വരുന്നു, ചോറ് അവിടെ വെക്കുന്നു, കഴിക്കുന്നു, പോകുന്നു. സൈഡിലൊരു പരിപാടിയില്ല, സിമ്പിൾ. ഒരുപാട് സൈഡുകൾ വിറ്റ് പോകുക എന്നുള്ളതാണ് ചോറിൻ്റെ കച്ചവടത്തിൻ്റെ ലാഭം പൊതുവെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കടയിൽ പോയാലും മനസ്സിലാവും. ഇപ്പോൾ കോഴിക്കോടായാലും കണ്ണൂരായാലും അല്ലെങ്കിൽ എവിടെയായാലും, എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും, ചോറിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡ് വാങ്ങിച്ചില്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ വരെ ഉണ്ട്. സൈഡ് വിൽക്കാൻ വേണ്ടി നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ചോറ് വിറ്റല്ല ലാഭം ഉണ്ടാക്കുക, അല്ലെ സൈഡ് വിറ്റിട്ടാണ്. ഇവിടെ സൈഡ് വിൽക്കാൻ ഒരു താല്പര്യം ഒരിക്കില്ല.
വരുന്നവരുടെ മുമ്പിലെല്ലാം ചോറിൻ്റെ പ്ലേറ്റ് കൊണ്ടുപോകുന്നു, അവർ കഴിക്കുന്നു, എഴുന്നേറ്റ് പോകും. വേറെ പരിപാടിയില്ല. നമ്മൾ ചോദിച്ചാൽ മാത്രം പറയും അയിലുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്. വളരെ ദൂരെ നിന്ന് വണ്ടി വിളിച്ച് വരരുത്. അത് മാത്രമുള്ള ഭയങ്കര സംഭവമൊന്നുമല്ല. ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്നൊരു സാധാരണ കടയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വരുന്നു, ഹാപ്പിയായിട്ട് ഊണ് കഴിക്കുന്നു, പണിക്ക് പോകുന്നു. ആണ് ഈ സ്ഥലം. അവരെ നമ്മളെ അത് കഴിക്കും, ഇത് കഴിക്കും, ആ സൈഡുണ്ട്, ഈ സൈഡുണ്ട്, അതെടുക്കട്ടെ, ഇതെടുക്കട്ടെ. അവർ പരിപാടി വിടില്ല. ഊണിൻ്റെ കൂടെയുള്ള സാധനം എത്ര അവിടെ വന്നുകൊണ്ടിരിക്കും. ഈ ബീഫ് ഞാൻ ചോദിച്ചിട്ട് അവർ പറഞ്ഞത്, അവരായിട്ട് പറഞ്ഞല്ല,